ഒരൊറ്റ പറഞ്ഞിട്ടുമില്ല. അച്ഛൻ വന്ന് ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ ഫ്ലാറ്റിൽ അസോസിയേഷന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാ മനസ്സിലാവോ മന്ദബുദ്ധിക്കും തള്ളയ്ക്കും? ദാ രാമനുണ്ണിയുടെ മകളുടെ അന്തസ് കെട്ടഴിച്ചു വിട്ട പൊട്ടം പോലെയാവും. മറക്കണ്ട. അമ്മ എവിടെ? ചോദിച്ചിട്ടില്ല അമ്മ എവിടെ? എനിക്കെങ്ങനെ അറിയാം? അവരെപ്പോഴാ ഉറങ്ങുന്നേ, അവരെപ്പോഴാ ഉണരുന്നേന്നുള്ള കൈതകൾ എന്റെ കയ്യിലാണോ? ഒരു കാര്യം ചെയ്യും, ഈ വീട്ടിനകത്ത് മുഴുവനെ CC ക്യാമറ ഫിക്സ് ചെയ്യും. അപ്പൊ പിന്നെ അതിന് മോണിറ്ററിന്റെ മുമ്പിൽ ഇരുന്നാ മതിയല്ലോ. ഇങ്ങനെ കടന്ന് വീപ്പി കൂട്ടേണ്ട കാര്യമില്ല. ആ ശല്യങ്ങളെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതിയല്ലോ. മോനെ കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയെ കാണുന്നില്ല. എന്റെ തൊട്ടപ്പുറത്തെ കിടക്കെ കിടന്ന മരുന്ന് കഴിച്ചിട്ട് കിടന്നുകൊണ്ടാവണം. അമ്മ വല്ലാണ്ട് ഉറങ്ങിപ്പോയി. ദൈവമേ, പരിചയമുള്ളവർക്ക് പോലും വഴി തെറ്റുന്ന നഗരമാ. മോനെ എന്റെ കുഞ്ഞ്. അമ്മ വിഷമിക്കാതെ, കുഞ്ഞുണ്ണി എവിടെയാ പോകുന്നില്ല. ഈ ഫ്ലാറ്റിന്റെ ഗേറ്റ് കടന്നു പോയി സെക്യൂരിറ്റി കാണാനിരിക്കുമോ? അമ്മ വിളിച്ചു, അമ്മ വിളിച്ചു, ഞാൻ സെക്യൂരിറ്റി വിളിക്കട്ടെ. ഹലോ സുധാര, ഞാനാ ഹരിയ. എടാ 207 ഹരി. ഇത് താരക്ക് എന്തിനാണ് വേഷമൊക്കെ ഇവിടെ ഇരിക്കുന്നത്? ഇന്നലെ വന്നപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞല്ലേ. പോയി കഴിക്കണം. അതെ, ഈ ഗേറ്റിനപ്പുറത്ത് ധാരാളം ഹോട്ടലുകളുള്ളതോ. അതിന്റെ അടുക്കളപ്പിന്റെ അപ്പുറത്തും കൂടി അന്വേഷിക്കാൻ ഒന്ന് വിളിച്ചു പറ. നോക്കണ്ട, കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു പോസ്റ്റിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. കാണാതെ പോകുന്നത് ഒരു കുരുടനെയാണെങ്കിൽ വല്ല പൊട്ടക്കിണ്ടിലോ ലോറിക്കടിയിലോ നോക്കാൻ പറയുന്ന പോലെ അല്ലേ മോളെ? ഹരി, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം ഇപ്പം, ഈ നിമിഷം. ഇല്ലെങ്കിൽ സീതമാന്യ ശർമ്മം കണ്ടെത്തും. അത് അടുക്കളപ്പുറത്തുനിന്നായാലും അങ്ങാടി തെരുവിന്നായാലും. കാരണം അതെന്റെ കുഞ്ഞാ. അമ്മ സമാധാനിക്ക്. ഈ ഫ്ലാറ്റ് മുഴുവൻ ക്യാമറയുണ്ട്. കുഞ്ഞുണ്ണി എവിടെ പോലും നമുക്ക് കണ്ടുപിടിക്കാം. ഹലോ, അതെയോ? ഓക്കെ ഓക്കെ, ദെൻ ഫാസ്റ്റ്. പിന്നെ ഈ അസോസിയേഷൻ മെമ്പറോടും മറ്റും ഇതൊന്ന് വിസ്തരിക്കാൻ നിൽക്കട്ടോ. ആരോടും വിസ്തരിച്ചില്ലെങ്കിലും അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കാണും. അതൊന്നുമില്ല, നീയായിട്ട് അറിയിക്കായിരുന്നാ മതി. കുഞ്ഞോനെ അന്ന് താഴെ നോക്കിയപ്പോ എന്തോ കളിപ്പാത്രങ്ങളാ പോന്നെ. കാറ്, ബസ്, ജീപ്പ്, അങ്ങനെ ഒത്തിരി കളിപ്പാത്രങ്ങള്. അത് എടുക്കാൻ വേണ്ടി പോയതാ. അതൊന്നും കളിപ്പാട്ടങ്ങളല്ല കുഞ്ഞു, ശരിക്കുമുള്ളതാ. ഇത്രയും ഉയരത്തിൽ നോക്കിയത് കൊണ്ടാ കുഞ്ഞുവിന് അങ്ങനെ തോന്നിയേ. കുഞ്ഞുണ്ണി താഴെ എവിടാന്ന് ചെന്നപ്പോ നമ്മുടെ വീട് കണ്ടില്ല. പിന്നെ കേറി 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 അങ്ങ് ഓടി ചെന്നു. അവര് നമ്മുടെ വീട് കണ്ടില്ല. പിന്നെ അതിങ്ങി 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 താഴെ വന്നു. അവര് നമ്മളെ വീട് കണ്ടില്ല. അപ്പതാ പോലീസ് മാമൻ വന്നത്. ഇത് അമ്മയോട് പറയാതെ അമ്മ പറയാതെ എവിടെ പോകുന്നു മനസ്സിലായോ? ഹാദിക്കുത്താ നിന്നോതാ, മനസ്സിലായോ? അവൻ പോകത്തില്ല. അമ്മച്ചി എനിക്ക് വിശക്കുന്നു. അയ്യോ, അധ്വാനിച്ചിട്ട് വന്നതല്ലേ, നല്ല വിശപ്പ് കാണും. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. മോനകത്ത് പോ. ഹരി, വഴി പരിചയമില്ലാത്തോണ്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ. അമ്മ ഞാൻ പറഞ്ഞത് മറന്നുപോയോ? അമ്മ ഇവിടെ ഉണ്ടാവും, ഞാൻ തീരുമാനിക്കുന്ന അന്ന് വരെ. അത് അമ്മയ്ക്ക് ആരും നൽകുന്ന ഔദാര്യമല്ല, എന്റെ അമ്മയുടെ അവകാശമാണ്. പ്രിയതാൻ ഒന്നും മനസ്സിലാക്കണം, വഴിപോക്കലല്ലവന്. എന്റെ അമ്മ കൂടപ്പുറപ്പുവാ. ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കണ്ട. പിന്നെ ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കണം? ഞാൻ ആഗോള താപനത്തെ കുറിച്ചോ? ഇക്കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. കാരണം ഇതെന്റെ കൂടി ജീവിതം. പ്ലീസ്, തുടച്ചു മാറ്റാൻ പറ്റുന്നതാണോ രക്തബന്ധങ്ങള്? തുടച്ചു മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അറുത്തു മാറ്റണം, അത്ര തന്നെ. എന്റെ ഈ ഫ്ലാറ്റിൽ ആരൊക്കെ താമസിക്കണം? നിന്റെ ഫ്ലാറ്റ്, നിന്റെ ജീവിതം. ഈ ഫേവർ ഞാൻ മടുത്ത്. സ്വന്തമായിട്ടൊരു ജോലി ഉള്ളത് കൊണ്ട് അത്രയും സമാധാനം. മാന്യമായ ഒരു ശമ്പളം കൂടി ഇല്ലായിരുന്നെങ്കിൽ അതും പറഞ്ഞ് നീയും നിന്റെ അച്ഛനും കൂടി എന്നെ വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശമ്പളം എന്റെ ഒരു മാസത്തെ ലിപ്സ്റ്റിക്കിനും മസ്കാരയ്ക്കും കൂടി തികയോ? അത്
മാസത്തിൽ ഒരു ഔട്ടിങ്ങിന് പോയാൽ അപ്പൊ നിങ്ങൾ കടക്കാരനാവില്ലേ? ആകും. അതേടി, കടത്തിന്റെ കൂമ്പാരം വർദ്ധിച്ചിട്ടും അവിടെ നിന്റെ അച്ഛനോട് ഞാൻ ഇരക്കാൻ വന്നിട്ടില്ല, ആരെയും അറിയിച്ചിട്ടില്ല. ആരെയും എന്റെ അമ്മയ്ക്കും കുഞ്ഞുണിക്കും ഒരു പുത്തൻ ഉടുപ്പ് ഉണ്ടെങ്കിൽ പോലും നിന്റെയൊക്കെ ഔദാര്യം വേണമെന്ന അവസ്ഥ. പക്ഷെ ഇപ്പൊ ചില തീരുമാനങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം. നമ്മുടെയോ? അതെ, നമ്മുടെ. ഈ താലി കെടുത്തി ചേർത്തിട്ടുള്ളവനെ പെണ്ണുങ്ങൾ ഭർത്താവ് എന്നെ ഇപ്പോഴും വിളിക്കാറ്. അച്ഛനെ കണ്ടില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു പ്രിയ. ഇപ്പൊ സമാധാനമല്ലോ. പിന്നെ പെങ്ങളത്തുണ്ട്, എന്നെ അല്ല ഇദ്ദേഹത്തിന്റെ. എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ മതി. അകത്തെങ്ങാനും കേട്ടാൽ അറിയാലോ, വിളഞ്ഞ വിത്ത, അസല് കാന്താരി. പലഹാരപ്പൊതിയിട്ടായിട്ട് മോളുടെ വിശേഷങ്ങൾ അറിയാമെന്നതാണെങ്കിൽ എങ്കിൽ കേട്ടോ, എനിക്കിവിടെ സുഖം, സന്തോഷം, സമാധാനം. മരുമോന്റെ ശബ്ദത്തിനെ കുറിച്ച് കനം കൂടിയിട്ടുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പോവാണത്രേ? എടുക്കട്ടടി, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയില്. എന്റെ ഒരു ഫോൺ കോൾ മതി അവന്റെ 10 മാസം ശമ്പളമൊക്കെ ഇല്ലാതാക്കാൻ. ഞാനത് ചെയ്യാത്തത് എന്റെ മരുമോനെന്താ ജോലി നിന്ന് നാട്ടുകാർ ചോദിച്ചാ അവരുടെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കരുതല്ലോ, അതുകൊണ്ട് മാത്ര. അവൻ ഇപ്പൊ കഴിയുന്നത് നമ്മുടെ ഔദാര്യത്തില. അവന്റെ ജീവിതാവസാനം വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. ജീവിതം ആസ്വദിക്കാനുള്ളതായിരിക്കും, അതാണിനായാലും പെണ്ണിനായാലും. അങ്ങനെ ആസ്വദിക്കുന്ന ജീവിതം ചോദ്യം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ പവർ വേണം. ആ പവറിന്റെ വിലയ്ക്ക് വാങ്ങാൻ പണം വേണം. പണം അതെന്റെ മകൾക്ക് ധാരാളമുണ്ട്, ഇനിയും ഉണ്ടാവും. അതിന് ഞാൻ എന്ത് ചെയ്യണം അച്ഛൻ പറയുന്നേ? കൊല്ലണം. അല്ലെങ്കിൽ ഹരിച്ചാലും കുണിച്ചാലും നഷ്ടം. ഞാൻ വഴി പറയാം. ആ മകൻ തീർന്നാൽ അതിനർത്ഥം അമ്മയും തീർന്നു എന്ന. അതുകൊണ്ട് ആ മന്ദബുദ്ധി ചെറുക്കിന് കൊടുക്കുന്ന ആഹാരത്തിൽ അല്പം വിഷം ചേർത്ത് കൊടുത്ത് ഈ മുറിക്ക് പുറത്തിറക്കി വിടണം. ഏതെങ്കിലും മുറിയിൽ കയറി എന്തെങ്കിലും എടുത്ത് തിന്ന് ചത്തതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചോളും. ബാക്കിയൊക്കെ ഈ അച്ഛൻ നോക്കിക്കൊള്ളും. നിന്റെ കാലൻ കൊള്ളാം. കാലൻ കപ്പലിട്ട് കാണോ? എന്നെ പറ്റ നോട്ടണ്ട അമ്മച്ചി. നമ്മുടെ ഹരിക്കുത്തിന്റെ പെണ്ണില്ലേ, ആ പെണ്ണിന്റെ കാലം വന്നേച്ചുവാ. ദൈവേ, എന്നെ മണമാ കാല. ഇതെനിച്ചൊള്ളാമോ? ഓ, മുഴുവനെടുത്ത് കേട്ടിക്കോ. തീരുമ്പോ ഇനി വാങ്ങി തരാം. അജീർണം വരും. കുപ്പത്തൊട്ടി കിടക്കണ്ടാക്കാൻ കുപ്പത്തൊട്ടി തന്നെ കിടക്കണം. അമ്മച്ചി കുപ്പത്തൊട്ടി കിടക്കേണ്ടതൊക്കെ അട്ടയം പോലെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്. എന്താ ഭാവം? ഇതെന്റെ മകന്റെ വീടാ. കുറച്ചു കാലം ഇവിടെ അങ്ങ് കൂടാമെന്ന് കരുതി. എന്തേ വിരോധമുണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? ഓ, 10-60 വർഷം പഴക്കമുള്ള മനസ്സാണേ. ഞാൻ നോക്ക, എന്റെ തറവാടിന്റെ ഒരു വീതം വെച്ച് കിട്ടിയ പണം കൊണ്ട് ഞാൻ എന്റെ മകളുടെ പേരിൽ വാങ്ങിയതാ ഈ ഫ്ലാറ്റ്. അവിടെ നിന്ന് അമ്മയും മന്ദബുദ്ധി മോനും കൂടി ഇപ്പൊ ഇറങ്ങണം ഈ നിമിഷം. പൈതൃകമായി കിട്ടിയ സ്വത്തിന്റെ ഒരു ഭാഗം വെച്ചിട്ടല്ലേ താൻ ഇത് വാങ്ങി തന്റെ മകൾക്ക് നൽകിയത്? ആ സ്വത്തിൽ പാതി അവകാശം എനിക്കാ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഞാൻ ചന്ദ്രനോടൊപ്പം ഇറങ്ങി അതേ നിമിഷം അതേ മണ്ഡപത്തിൽ മരിച്ചു വീണല്ലേ നമ്മുടെ അച്ഛൻ. അപ്പൊ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലേ? കരക്കാരുടെ മുമ്പിൽ നാണക്കേട് താങ്ങാനാവാതെ ഹൃദയം പൊട്ടി മരിച്ചതായി എന്റെ അച്ഛൻ. ആ സമയത്ത് സ്വത്തുക്കൾ മുഴുവൻ മകൻ രാമനുണ്ണിയുടെ പേർക്ക് എഴുതി വെക്കാനുള്ള സാവകാശമൊന്നും ശേഖരനും പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതെങ്ങനെ എനിക്കറിയാം. ആ സ്ഥിതിക്ക് താൻ ഇതുവരെ അനുഭവിച്ചതും
ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സ്വത്തിന്റെ പാതി അവകാശി ഞാനാ, സീതമ്മ. സീതമ്മയ്ക്കെന്നും പറഞ്ഞ എന്റെ കുഞ്ഞുണ്ണിക്ക് ഹരീന്ദ്രൻ ബാക്കി പാതി അത് തന്റെ മകൾക്കാം. പക്ഷെ അവളിന്റെ അവകാശം അതെന്റെ മകനാ. അങ്ങനെ നോക്കുമ്പോ കുപ്പത്തൊട്ടി കിടക്കണ്ടോ ഞാനോ അതോ താനോ? അപ്പോൾ അങ്ങനെയാ കൊല്ലത്ത് കലാപമുണ്ടായത്. ശരി, മാണിക്യമംഗലത്തെ ശേഖരൻ മാണിക്യമംഗലം ശേഖരൻ പേരിങ്ങനെ അടിക്കടി വിളിച്ചു പോവാതെ ഒരുമാതിരി പണ്ട് കാലത്ത് രാജാപ്പാട്ട് നാടകം ഓർമ്മപ്പെടുത്തുകയല്ല. പാവങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും കണ്ണീരുണങ്ങാത്ത സമ്പത്തിന്റെ ഒരു നുള്ളു പോലും സീതമ്മ ഇന്ന് വരെ പൊതിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വരില്ല എന്ന വിചാരത്തിൽ ഇനിയും വൃത്തിയായിട്ട് കളി കളിക്കാനാണ് ഭാവമെങ്കിൽ രാമനുണ്ണി താൻ കോടതി കയറും. ഇല്ലെങ്കിൽ ഈ സീതമ്മ കേറ്റിയിരിക്കും. അങ്ങനാണോ കൊല്ലത്ത് കലാപം ഉണ്ടായത്? എങ്ങനെ ഈ ഫ്ലാറ്റിലെ എല്ലാവരും ചേർന്ന് എല്ലാ വർഷവും ന്യൂ ട്രിപ്പ് പോറുള്ളതാ. പുതുവർഷം അത് പുറത്തെവിടെങ്കിലും. ഇപ്രാവശ്യം ഗോവേ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ അതിന് മുടക്കം വെച്ചിട്ടുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ആകെ കിട്ടുന്ന റിലാക്സാ ഇപ്പൊ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ. എടോ, നമ്മളെല്ലാം പ്ലാൻ ചെയ്തല്ലേ. അമ്മയ്ക്കും കുഞ്ഞുണ്ണിക്കും കൂട്ടിനായി എന്റെ അസിസ്റ്റന്റ് സൂര്യ വരാമെന്നും പറഞ്ഞതാ. ഇപ്പഴാ സൂര്യോട് വിളിച്ചു പറഞ്ഞ വരണ്ടാന്ന്. എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ ഓഫീസിൽ നിന്ന് അർജന്റ് മെസ്സേജ് വന്നത്. എത്രയും പെട്ടെന്ന് ഹൈദരാബാദിലെ സൈറ്റിൽ എത്തണമെന്നും അവിടുത്തെ വർക്ക് ഡിലേ ആയതുകൊണ്ട് കസ്റ്റമർ ബില്ല് സെറ്റിൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോ പോകാതിരിക്കാൻ പറ്റുമോ? എന്നാ മടക്കം? എന്തായാലും 1-2 ആഴ്ച പിടിക്കും. ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം.